കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ്. സുരക്ഷയിലും ജീവിത നിലവാരത്തിലും വർഗീയ പ്രശ്നങ്ങളില്ലായ്മയിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ഇന്നും അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു പ്രധാന പ്രശ്നമുണ്ട്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ തങ്ങളല്ലാതെ ആരാണ് എല്ലാവർക്കും ജോലി തരാനെന്ന് പറയുമ്പോഴും അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ജോലി തരുമെന്ന് പറയുമ്പോഴും ഇന്നും അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു പ്രധാന പ്രശ്നം. ഈ പ്രശ്നം കാരണമാണ് ഒരുപാട് യുവാക്കളും യുവതികളും പുറം രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകാനുള്ള കാരണം. നിങ്ങൾ ജോലി തന്നില്ലെങ്കിൽ ഇവിടെ ജോലിയുണ്ട്. പക്ഷേ ഗവൺമെൻറ് സെക്ടർ ഒഴികെ ബാക്കി പ്രൈവറ്റ് സെക്ടറിലുള്ള ഒരു സ്ഥലത്തും മതിയായ വരുമാനമില്ല എന്നതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മിനിമം വേതനം എന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. മിനിമം സാലറി. സോ വെൽക്കം ടു പെർസ്പെക്റ്റീവ്സ്. സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ്, ഹൈലി സ്കിൽഡ്. നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായ രീതിയിൽ ഞാൻ ഇതിനൊന്ന് കാറ്റഗറൈസ് ചെയ്യാം. പ്രൊഫഷണൽസും സ്കിൽഡ് ലേബേഴ്സും സെമി സ്കിൽഡ് അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സും. പ്രൊഫഷണൽസ് എന്ന് ഞാൻ പറയുന്നത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചിട്ട് ആ ജോലി ചെയ്യുന്നവർ, നഴ്സുമാർ, എൻജിനീയേഴ്സ്, എഡിറ്റേഴ്സ്, അങ്ങനെയുള്ള ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കോഴ്സ് പഠിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ്. അത് കഴിഞ്ഞുള്ളത് സെമി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സാണ്. സെമി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് എന്ന് പറയുമ്പോൾ ഈ പ്രൊഫഷണൽസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളെയോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അടുത്ത സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സെമി സ്കിൽഡ് ലേബേഴ്സ്. അതായത് ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ ഒരു ഫാക്ടറിയിൽ ഒരു ഡിസൈനർ ചെയ്തു വരുന്ന കാര്യങ്ങളെ അടുത്ത സെക്ഷനിൽ ഇതിനെ അസംബിൾ ചെയ്യുന്നവർ, ഇതിനെ പാക്ക് ചെയ്യുന്നവരല്ല, ഇതിനെ സ്കില്ല് വേണ്ട എന്നാൽ സെമി സ്കില്ലുള്ള ആൾക്കാരെയാണ് സെമി സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഇനി അൺസ്കിൽഡ് ഉണ്ട്. അത് ഇതിനെ പാക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ എടുത്തു കൊടുക്കാൻ സഹായിക്കുന്നവർ, ഷോപ്പിൽ നിൽക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്. ഇനി ഉള്ളത് സ്കിൽഡ് ലേബേഴ്സാണ്. സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പ്രൊഫഷണൽസും സ്കിൽഡ് ലേബേഴ്സാണ്. പക്ഷേ സ്കിൽഡ് ലേബേഴ്സ് എന്ന് ഞാൻ എസ്പെഷ്യലി പറയുന്നതും നിയമപ്രകാരം പറയുന്നതും ഈ കെട്ടിട നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നവർ, ആശാരി പണിക്കാർ, പ്ലംബേഴ്സ്, അങ്ങനെയുള്ള വയറിംഗ് വർക്ക് ചെയ്യുന്നവർ, അവരുടെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരാണ് സ്കിൽഡ് ലേബേഴ്സ്. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വേതന ക്രൈറ്റീരിയകൾ കേരള മിനിമം വേജൻസ് ആക്ട് പ്രകാരം ഉണ്ട്. ഞാനതിനെ ഇവിടെ കൊടുക്കാം. ഇത് പ്രകാരം ഒരു അൺസ്കിൽഡ് ലേബറിന് മാസം 13,000 രൂപ മുതൽ 15,000 രൂപ വരെ സാലറി കൊടുക്കണമെന്നാണ് നിയമം. പക്ഷേ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിനാണ് ഈ ഒരു സാലറി കണക്കുള്ളത്. അതിന് മുകളിൽ എത്ര മണിക്കൂർ കൂടുന്നോ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണമെന്നാണ് നിയമം. ഇതിന് പുറമേ ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ചോ വിലവർധന കൂടുന്നതിനനുസരിച്ചോ DAയും PAയും PFും കൂട്ടണമെന്നുള്ള നിയമവും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, പക്ഷേ യാഥാർത്ഥ്യം ഇതാണോ? നമ്മുടെ നാട്ടിൽ പോലുള്ള വലിയ വലിയ കമ്പനികൾക്കും ചെറുകിട കമ്പനികളിലും ഒരുപാട് കമ്പനികളിലും ഫാക്ടറികളിലും ഷോപ്സിലും എല്ലാം 30 ദിവസവും 8 മണിക്കൂറല്ല 10 മണിക്കൂർ മിനിമം ഉള്ള ജോലി സാഹചര്യങ്ങളിൽ 8,000 12 വരെ പോകുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഹോട്ടൽസ്, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. 8,000 രൂപ മുതൽ 10,000 11,000 രൂപയ്ക്കിടയിൽ വലിയ സിമ്പതി ഞാൻ പറയുന്നില്ല, നല്ല ആൾക്കാരുള്ള സ്ഥലത്ത് 13,000 രൂപ വരെയൊക്കെ പോകുന്ന സാലറി പാക്കേജിനുള്ളിൽ സ്കിൽഡ് ലേബേഴ്സും അൺസ്കിൽഡ് ലേബേഴ്സും ഒക്കെ. സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ സ്കിൽഡ് ലേബേഴ്സിനെ കൂട്ടാൻ പറ്റില്ല. പക്ഷേ സെമി സ്കിൽഡ് ലേബേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്കിൽഡ് ലേബേഴ്സിന് ഇപ്പോൾ ഒരു കെട്ടിട നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ഒരാൾക്ക്, വയറിംഗ് ചെയ്യുന്ന ഒരാൾക്ക്, പ്ലംബിംഗ് ചെയ്യുന്ന ഒരാൾക്ക് ഇവിടെ കേരളത്തിൽ മിനിമം 9,000 രൂപ മുതൽ 1,500 രൂപ വരെ വേതനമുണ്ട്. കാരണം ആ ക്യാഷ് കൊടുത്തിലേക്ക് കിട്ടത്തില്ല ആളിനെ. ഇപ്പോൾ ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിലും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്ക് ചോദിക്കുന്ന പൈസ കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഏത് സ്കിൽഡിലായാലും അങ്ങനെയാണ്. പ്രൊഫഷണൽസിന് ഫിക്സ് ചെയ്തൊരു സാലറി ഉണ്ട്. ഇപ്പോൾ നഴ്സുമാർക്ക് മിനിമം 27,000 സാലറി ഉണ്ട്. അവരത് 30,000 അല്ല അതിന് മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ചാനൽ ഡിബേറ്റിൽ ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്, അവരുടെ ന്യായം പറഞ്ഞാണ്, ശരിയാണ്, ഈ നഴ്സിംഗുമായി ബന്ധപ്പെട്ട് നഴ്സിന് മിനിമം വേജൻസ് കൂട്ടണം എന്ന് പറഞ്ഞ് നടത്തുന്ന സമരവുമായി ബന്ധപ്പെട്ട ഒരു ഡിബേറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഒരു നഴ്സായിട്ടുള്ള ഒരാൾ പറയുന്നതാണ്,
30,000 രൂപയ്ക്ക് ഇവിടെയുള്ള ആർക്കെങ്കിലും ഒരു മാസം ജീവിക്കാൻ പറ്റുമെങ്കിൽ ഈ ജോലി ഞാൻ ഇവിടെ നിർത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് അവർ പറഞ്ഞ അവരുടെ സാഹചര്യമാണ്, അവർക്ക് ആ പൈസയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. വിലവർധന ഭയങ്കര അധികമാണ്, ജീവിത ചെലവുകൾ ഒരുപാടാണ്. 30,000 40,000 50,000 കിട്ടിയാൽ പോലും ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കാണ്. അപ്പോൾ പക്ഷേ 30,000 രൂപ സാലറിയിൽ ഒരു മാസം ഇവിടെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയാൽ ഞാൻ ഈ ജോലി ഇവിടെ നിർത്തും എന്ന് പറയുന്ന ഒരാളുള്ള കേരളത്തിൽ 8,000 രൂപയ്ക്ക് ഒരു മാസം 30 ദിവസം 10 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ബില്ലിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവർ, സെയിൽസ് വുമണായിട്ട് വർക്ക് ചെയ്യുന്നവർ, സെയിൽസ് മെന്നായിട്ട് വർക്ക് ചെയ്യുന്നവർ, സെക്യൂരിറ്റി ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നവർ, ഒരു സാധാ ഷോപ്പിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ പല 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 രീതിയിൽ അത് പ്രത്യേക പ്രൊഫഷണൽസ് അല്ലാതെ പ്രത്യേക സ്കില്ലില്ലാതെ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ മിനിമം സാലറി എന്ന് പറയുന്നത് ഇതൊരു മോസ്റ്റ് കേസിലും 11,000 to 12,000 വരെയാണ് ഒരു അതിൽ ടോപ്പ് സാലറി എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി ചിലപ്പോൾ 8,000 രൂപയൊക്കെയാണ്. പിന്നെ 8,000 to 9,000 രൂപ വരെ മാത്രം ഫിക്സഡ് സാലറി ഉള്ള ജോലികളും ഇതിനിടയിലുണ്ട്, അത് ചെയ്യുന്നവരും ഉണ്ട്. സെമി സ്കിൽഡ് ലേബേഴ്സിന് 15 മുതൽ 17 രൂപ വരെ കൊടുക്കണമെന്നാണ് നിയമം. അപ്പോൾ ഇതിനെ ആരും സംസാരിക്കുന്നില്ല, ഇതിനെക്കുറിച്ച് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല, ആരും പറയുന്നില്ല. മാറി വരുന്ന ഗവൺമെൻറ് ജോലി തരാമെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ജോലിക്ക് ഒരു മിനിമം വേതനം, അവർ പറയുന്ന നിയമം അനുസരിച്ചുള്ള വേതനം ഉറപ്പാക്കാമെന്നുള്ള പ്രസ്താവനയോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്നോ അതിനെക്കുറിച്ചുള്ള ഒരു എൻക്വയറി നടത്താമെന്നോ അതിനെ അഡ്രസ്സ് ചെയ്യാമെന്നോ ആരും പറയുന്നില്ല, ആരും അഡ്രസ്സ് ചെയ്യുന്നുമില്ല. ഇതിനെ വ്യക്തമായി അനലൈസ് ചെയ്യണമെന്നുള്ള നിയമമുണ്ട്. ഇതിനെ അനലൈസ് ചെയ്യാനായിട്ടാണ് ശമ്പളം ബാങ്ക് അക്കൗണ്ട് വഴിയാക്കിയത്. ഈ ജോലി ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഈ 8,000 രൂപ മുതൽ 11,000 രൂപ വരെയൊക്കെ വരുന്ന സാലറി, അല്ലെങ്കിൽ നിങ്ങളുടെ മിനിമം വേതനം കേരള ആക്ട് പ്രകാരമുള്ള മിനിമം വേതനത്തിൽ വരാത്ത സാലറി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു എന്നുള്ളതിന് തെളിവ് നിങ്ങളെ ഉണ്ടാവാം. കാരണം ഇപ്പം അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാവും, അത് കേരള ഗവൺമെൻറ് നിയമമാണ്. പക്ഷേ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യണത് തന്നെ ഈ ഉള്ള മിനിമം വേതനത്തിൽ കള്ളത്തരം കാണിക്കരുത് എന്നുള്ളതാണ് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യണത്. പക്ഷേ എന്നിട്ട് ഇതിനെ ചെക്ക് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്കൊന്നും ഒരു മാധ്യമ പ്രവർത്തകനോ ഒരു സാധാരണക്കാരനോ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, നിങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ടാവും 8,000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാൾ 8,000 രൂപയ്ക്ക് നമുക്കൊരു 30 ദിവസത്തിൽ 27 ദിവസം കൂട്ടാം. 8,000 രൂപയ്ക്ക് 27 ദിവസം 8 മണിക്കൂർ വീതം ജോലി ചെയ്യുമ്പം ഒരു ദിവസം അയാൾക്ക് എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് അറിയാമോ? ഇപ്പം നമുക്ക് 30 ദിവസം കൂട്ടണ്ട, 27 ദിവസം കൂട്ടാം. ഓഫും ബാക്കി അവധികളും കൂട്ടിയിട്ട് 27 ദിവസം കൂട്ടാം. പല സ്ഥാപനങ്ങളിലും ഈ ഓഫ് അവധിയൊന്നും ഇല്ല. എന്നാൽ നമ്മൾ 27 ദിവസം കൂട്ടിയിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. 8,000/27 എന്ന് പറയുമ്പോൾ ഒരു ദിവസം 296 രൂപയാണ് അവർക്ക് കൊടുക്കുന്ന വേതനം. ഒരു ദിവസം അൺസ്കിൽഡ് ലേബറിന് 500 രൂപ മുതൽ 600 രൂപ വരെ കൊടുക്കണമെന്നാണ് നിയമം. മാസം 13,000 to 15,000 വരെ കൊടുക്കണമെന്നാണ് അൺസ്കിൽഡ് ലേബേഴ്സിന്. സെമി സ്കിൽഡിനല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ പറയുന്ന ചില സെമി സ്കിൽഡ് ലേബേഴ്സിനും കൊടുക്കുന്നത് 8,000 to 10,000 വരുന്ന എമൗണ്ടാണ്. അവർ ഏറ്റവും മിനിമം വേതനമായിട്ടാണ് ഞാൻ കൂടുന്നത്. ഏറ്റവും മിനിമം 8,000 രൂപയാണ്, അതിനും താഴെ കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ ഒരു ദിവസം 296 രൂപയാണ് അയാൾക്ക് കൊടുക്കുന്നത്. 8 മണിക്കൂർ ജോലി ചെയ്യുന്നു, 10 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്ന 12 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ എന്നാലും ഞാൻ 8 മണിക്കൂർ കൂട്ടാം. 296/8 എന്ന് പറയുമ്പോൾ 37 രൂപയാണ് ഒരു മണിക്കൂറിന് കിട്ടുന്നത്. 37/60 മിനിറ്റ് 61 പൈസയാണ് ഒരാൾ ഒരു മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 61 പൈസ. ഒരു കുപ്പി മിനറൽ വാട്ടറിൻ്റെ വില 20 രൂപയാണ്. അപ്പോൾ 61 പൈസയാണ് ഒരാൾ ഒരു മിനിറ്റ് ചിലവഴിക്കാൻ കിട്ടുന്നത്. 37 രൂപയാണ് ഒരു മണിക്കൂറിന്. ഈ 8,000 രൂപ കിട്ടുന്ന ഒരാൾക്ക് വണ്ടിക്കൂലി മാത്രം ഉണ്ടാവും ഒരു ദിവസം എത്രയോ 1000. അത് കഴിഞ്ഞിട്ട് അയാൾക്ക് ചായ കുടിക്കണം. ഒരു ദിവസം ഒരു ചായ കുടിക്കും. അതേപോലെ എത്ര ദിവസം കുടിക്കും? ഒരു ചായക്ക് ഇപ്പോൾ എത്ര രൂപയാണ്? ഇപ്പോൾ LPG ക്രൈസിൽ ചായക്ക് എത്ര രൂപയാണ്? സെറ്റിക്കകത്ത് 25 രൂപ വരെ വാങ്ങിക്കുന്നുണ്ട് ചായക്ക്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അയാൾക്ക് ഈ ജോലിക്ക് പോകാനും അയാളുടെ മൊബൈൽ റീചാർജ് ചെയ്യാനും ചില ബേസിക് 1-2 കാര്യങ്ങൾ ചെയ്യാനല്ലാതെ അയാൾക്ക് ഒന്നിനും ഈ പണം തികയില്ല. ഇതൊരു ഫാക്റ്റ് അല്ലേ? ഒരാൾ അയാളുടെ ജീവിതത്തിൻ്റെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കൊരു മിനിമം വേതനം കിട്ടണ്ടേ? നിങ്ങൾ ഒരു മണിക്കൂറിന് 1 രൂപ കൊടുക്കണ്ട, പക്ഷെ ഒരു 60 രൂപ കൊടുക്കാനുള്ള ബാധ്യസ്ഥത ആ എംപ്ലോയറിനുണ്ട്. അത് വാങ്ങിച്ചു കൊടുക്കേണ്ട ബാധ്യസ്ഥത ഗവൺമെൻറ്റിനുണ്ട്. ആ കണക്ക് നിങ്ങൾ വിടൂ. നിങ്ങളുടെ നിയമപ്രകാരം ഒരു അൺസ്കിൽഡ് ലേബറിന് 500 to 600 രൂപയും ഒരു സെമി സ്കിൽഡ് ലേബറിന് 650 to 700 സംതിങ് രൂപയും ഒരു ദിവസം കിട്ടണം.
അത് വാങ്ങിച്ചു കൊടുക്കണ്ടേ? മിനിമം വേതനം എന്ന അൺസ്കിൽഡ് ലേബേഴ്സിനുള്ള 13,000 to 15,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് നിയമപ്രകാരമുള്ളതാണ്, ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ളതാണ്. ഏത് 8 മണിക്കൂറിനുള്ളതാണ്. അതിന് മുകളിൽ പോകണമെങ്കിൽ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണമെന്നാണ്. പിന്നെ വിലവർധനയ്ക്കനുസരിച്ച് DA PF പോലുള്ള സാധനങ്ങളിൽ കൂട്ടുകയും ചെയ്യണം. അപ്പോൾ ഇതൊന്നും ആരും ചെയ്യുന്നില്ല. പച്ചയായി ജോലിക്കാരെ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്ന വലിയ വലിയ കമ്പനിയുടെ ഓണേഴ്സും ചെറിയ സാധാരണ കമ്പനിക്കാർ ഈ ഒരു മാനദണ്ഡത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ അത് വില വർധന മീൻസ് ശമ്പളം കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഈ ജോലി ചെയ്യുന്ന അയാളുടെ റൈറ്റ്സ് വാങ്ങിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റാണ്, സർക്കാരിനാണ്. ആരിത് ചെയ്യുന്നുണ്ട്? ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്. ഇപ്പോൾ കേരള ഇലക്ഷൻ നടക്കാൻ പോകുന്നു. എത്ര പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്? ആരെങ്കിലും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ് സെക്ഷനിലേക്ക് എന്തിനാണ് ഇത്രയും അടിയുണ്ടാവുന്നത്? എന്തിനാണ് PSCക്ക് വേണ്ടി ആൾക്കാർ കുത്തി കയറുന്നത് PSC എഴുതാനായിട്ട്? അവിടെ മാത്രമേ ജോലിയുള്ളൂ. അവിടെ പ്യൂണായിട്ട് നിൽക്കുന്ന ആൾക്ക്, അവിടെ ഉള്ള അൺസ്കിൽഡിന് നല്ല ശമ്പളമുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒരേ സമയമല്ലേ സ്പെൻഡ് ചെയ്യുന്നത്? വിദേശ രാജ്യങ്ങളിൽ മണിക്കൂറിനാണ് സാലറി പാക്കേജ്. നമ്മളിവിടെ അങ്ങനെ ഉണ്ട്. ദിവസത്തിനുണ്ട്. ദിവസത്തിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദിവസത്തിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മണിക്കൂറുകളായിട്ട് മാറും. ഒരു മിനിമം അയാളുടെ ഒരു മനുഷ്യൻ്റെ എത്ര മണിക്കൂർ അയാൾ കൊടുക്കുന്നു? ഒരു മാസം 30 ദിവസം കൊടുക്കുന്നു. അയാൾക്ക് ജോലിക്ക് വരാനും പോകാനുള്ള സമയം കൂട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അയാൾക്ക് ഈ ജോലി ചെയ്യുന്നു, ജോലിക്ക് വരാൻ പറ്റുന്നു, അയാളുടെ മൊബൈൽ റീചാർജ് ചെയ്യുന്നു എന്നതിന് ഉപരി അയാൾക്ക് അയാളുടെ ഇത്രയും ദിവസവും സമയവും സ്പെൻഡ് ചെയ്യുന്നതിന് എന്തെങ്കിലും എക്സ്ട്രാ അയാളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ എന്ത് ഉറപ്പാണ്, അല്ലെങ്കിൽ എന്ത് സംരക്ഷണമാണ് അയാൾക്ക് ഗവൺമെൻറ് കൊടുക്കുന്നത്? ഇതൊരു വലിയ പോയിന്റാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അക്കൗണ്ടിലായിരിക്കാം നിങ്ങളുടെ ശമ്പളം വന്നത്. അപ്പം നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ലേബർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ വിഷയമാണ്. മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാൻ പറയുന്നത് ഈ വീഡിയോയുടെ പബ്ലിസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഒരു മനുഷ്യൻ്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന ജോലിക്ക് അയാൾക്ക് വേതനം കിട്ടുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഞാൻ ജോലി ചെയ്യാം, അതിനുള്ള വേതനം എനിക്ക് കിട്ടും, അതിലൂടെ ഞാൻ ജീവിക്കാം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിനാണ് ഇവിടെ വാല്യൂ ഇല്ലാതായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിലും വലിയൊരു സുരക്ഷിതമല്ലാത്ത അവസ്ഥ വേറൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി വേണ്ടതാണ്, നിങ്ങൾ ജോലി ചെയ്യുന്നവരാണ്, നിങ്ങളുടെ മക്കൾക്ക് ജോലി വേണ്ടതാണ് ഈ നാട്ടിൽ. അപ്പോൾ ഇതിനേക്കാളും വലിയൊരു സുരക്ഷിതമല്ലാത്ത അവസ്ഥ വേറൊന്നുമില്ല. എല്ലാവരും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ജോലി ചെയ്യാം, ജോലിയിലൂടെ ജീവിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു സുരക്ഷിതമായ ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ്. അതില്ലെങ്കിൽ അവിടെ നമ്മൾ എടുക്കുന്ന ജോലിക്കുള്ള വേതനം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, UK ഉള്ളൊരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞതാണ്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അയാൾ പറഞ്ഞതാണ്, ഈ 27,000 രൂപ നഴ്സുമാർക്ക് ഞാൻ വേതനമുണ്ട്, അങ്ങനത്തെ ഒരു സാലറി എനിക്ക് നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ UK വരില്ലായിരുന്നു. അതാണ് റിയാലിറ്റി. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ ജോലി തന്നില്ലെങ്കിൽ ഇവിടെ ജോലിയുണ്ട്. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഗവൺമെൻറ്. ഇപ്പോൾ എനിക്കിപ്പോൾ ജോലി വേണം, എനിക്ക് ജോലിയില്ല, ഞാൻ ലിങ്ക്ഡിനിലോ OLXലോ എവിടെയെങ്കിലും തപ്പിയാൽ എനിക്ക് ജോലി കിട്ടും. പക്ഷെ സാലറി ഉണ്ടാവില്ല. 10,000 രൂപയ്ക്ക് താഴെയുള്ള സാലറി കൊണ്ട് എനിക്ക് എന്താണ് ഗുണം? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം കഴിവതും ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് സെക്ഷനിൽ പറയുക. അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. ഇത് ഒരു വലിയ വിഷയമാണ്. ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല. ഇത് എന്നെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതാരും പറയാറില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ ശബ്ദം നിങ്ങൾ തന്നെയായിട്ട് മാറുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് പോലെ, ഇത് നമ്മുടെ പേഴ്സ്പെക്റ്റീവാണ്. ഈ വിഷയത്തിനെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ ഇത് നമുക്ക് ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനങ്ങനെ കാണുക, ഇതിനെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനങ്ങനെ വിശ്വസിക്കാതെ, അങ്ങനെ വിഴുങ്ങാതെ നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കുക. AI പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിക്കുക, വിവരാവകാശ നിയമങ്ങൾ ഉപയോഗിക്കുക. ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിനെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും എഫർട്ട് ചെയ്യുക. ഓക്കെ, ഹാവ് എ ഗുഡ് ഡേ.